Fine. വെൽക്കം ബാക്ക് ടു +2 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്. എല്ലാവർക്കും +2 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ യൂണിറ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം അഥവാ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലാസ്സിലേക്ക് നടക്കാം. ഐഡൻറ്റിഫൈ ദി റീസൺ വിച്ച് ലീഡ് ടു ദി ചിപ്കോ മൂവ്മെൻറ്റ് ഇൻ ഉത്തർപ്രദേശ് ഇൻ ഏർലി 1970s. 1970കളുടെ തുടക്കത്തിൽ ഉത്തർപ്രദേശിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ കണ്ടെത്തുക. വാട്ട് വാസ് ദി ഇമ്പാക്റ്റ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്? ഈ പ്രസ്ഥാനത്തിൻ്റെ പരിണിതഫലം എന്തായിരുന്നു? എന്താണ് ചിപ്കോ പ്രസ്ഥാനം നോക്കാം. The movement began in Uttarakhand region. Forest department refused permission to the villagers to fell ash trees for making agricultural tools. കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ആഷ് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം ഗ്രാമീണർക്ക് വനം വകുപ്പ് നിഷേധിച്ചതിൻ്റെ ഫലമായി ഉത്തരാഖണ്ഡ് മേഖലയിലെ ചില ഗ്രാമങ്ങളിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. However, they allowed the same land to sports manufacturers for commercial uses. അതേസമയം സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് ഈ പ്രദേശം വാണിജ്യ ഉപയോഗത്തിനായി വനം വകുപ്പ് നൽകിയത് ഗ്രാമീണരെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. The villagers protested against it. They raised the issue of ecological and economical exploitation of the region. The villagers demanded that local communities should have effective control over natural resources like land, water and forest. ഈ പ്രക്ഷോഭം ഉത്തരാഖണ്ഡിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തെ പാരിസ്ഥിതിക സാമ്പത്തിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പുറമേ നിന്നുള്ളവർക്ക് വനത്തെ ചൂഷണം ചെയ്യുവാനുള്ള കരാറുകൾ നൽകരുതെന്നും തദ്ദേശീയ ജനതയ്ക്ക് പ്രകൃതി വിഭവങ്ങളായ ഭൂമി, ജലം തുടങ്ങിയവയുടെ മേൽ പൂർണ്ണ നിയന്ത്രണാധികാരം ഉണ്ടായിരിക്കണമെന്നും ഗ്രാമീണ ജനത ആവശ്യപ്പെട്ടു. The villagers demanded that local communities should have effective control over natural resources like water and forest. They demanded the government to provide low-cost materials to small industries and ensure development of region without disturbing ecological balance. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാതെ ഈ മേഖലയുടെ വികസനം ഉറപ്പുവരുത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വനങ്ങളിൽ പണിയെടുക്കുന്ന ഭൂരഹിതരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇവർക്ക് നിശ്ചിത വേതനം ഉറപ്പുവരുത്തുവാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. The movement also took up economic issue of landless forest workers and asked for guarantees of minimum wage. Women also started agitations against the habit of alcoholism. Finally, the government issued a ban of felling of trees in the Himalayan region for 15 years. സ്ത്രീകളുടെ സജീവ പങ്കാളിത്തമായിരുന്നു ചിപ്കോ പ്രക്ഷോഭത്തിൻ്റെ പ്രത്യേകത. വനങ്ങളിൽ പണിയെടുക്കുന്ന ഭൂരഹിതരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇവർക്ക് ഒരു നിശ്ചിത വേതനം ഉറപ്പുവരുത്തുവാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്ത്രീകളുടെ സജീവമായ പങ്കാളിത്തം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ മദ്യപാന ശീലത്തിനെതിരെ നിരന്തരമായ പ്രക്ഷോഭം നടത്തുകയും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് പ്രസ്ഥാനത്തിൻ്റെ അജണ്ട വിപുലീകരിക്കുകയും ചെയ്തു. ഹിമാലയൻ പ്രദേശത്ത് പൂർണ്ണമായും പച്ചപ്പ് പുനഃസ്ഥാപിക്കുകയും വരെ 15 വർഷത്തേക്ക് മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. നെയിം ഓഫ് ദി റീജിയൻ റിലേറ്റഡ് ടു ചിപ്കോ മൂവ്മെൻറ്റ് ഉത്തരാഖണ്ഡ്. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് ഉത്തരാഖണ്ഡ്. 2 പേര് അതിൽ പ്രധാനികളുണ്ടായിരുന്നു. ഒന്ന് സുന്ദർലാൽ ബഹുണയാണ് ഒരാൾ, ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരാൾ ശാന്തി പ്രസാദ് ഭട്ട്. വാട്ട് ഈസ് മീൻ ബൈ നോൺ പാർട്ടി മൂവ്മെൻറ്റ്? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഇറ്റ്സ് ഗ്രോത്ത്, അല്ലെങ്കിൽ വൈ ഡസ് വളണ്ടറി ഓർഗനൈസേഷൻസ് ആർ കാൾഡ് നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ്? പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത്? എന്തുകൊണ്ടാണ് സന്നദ്ധ സംഘടനകൾ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നത്? Many of the politically active groups lost faith in existing democratic institutions and electoral politics.
രാഷ്ട്രീയപരമായി സജീവമായിരുന്ന പല വിഭാഗങ്ങൾക്കും നിലനിൽക്കുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഫെയിലിയർ ഓഫ് എക്കണോമിക് പോളിസീസ്, സോഷ്യൽ ഇനീക്വാലിറ്റീസ്, പോവർട്ടി വേർ ദി മേജർ റീസൺ ഫോർ ദി ഡിസാറ്റിസ്ഫാക്ഷൻ. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, സാമ്പത്തിക നയങ്ങളുടെ പരാജയം, സാമൂഹിക അസമത്വങ്ങൾ, ദാരിദ്ര്യം എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. They therefore choose to step outside of party politics for registering their protest. ഇവർ തങ്ങളുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ബഹുജനങ്ങളെ സംഘടിപ്പിക്കുകയും നിരവധി പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. Because of the voluntary nature of their social work, many of these organizations came to be known as voluntary organization. ഇവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സ്വഭാവം ഉണ്ടായിരുന്നതിനാൽ ഈ സംഘടനകളിൽ പലതും സന്നദ്ധ സംഘടനകൾ എന്നറിയപ്പെട്ടു. These voluntary organizations chose to remain outside party politics. Most of these groups believed in politics and wanted to participate in it, but not through political parties. Hence, these organizations were called non-party movements. ഇവർ തിരഞ്ഞെടുപ്പിൽ ഈ സന്നദ്ധ സംഘടനകൾ പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു നിൽക്കുവാൻ തീരുമാനിച്ചു. ഇവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല. ഇവർ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടിയല്ലാതെ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ സംഘടനകളെ പാർട്ടി ഇതര രാഷ്ട്രീയ രൂപങ്ങൾ എന്ന് വിളിക്കുന്നു, അഥവാ നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. വാട്ട് ഇഷ്യൂ ഡിഡ് ദി ദളിത് പാന്തേഴ്സ് അഡ്രസ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദളിത് പാന്തേഴ്സ് ഉന്നയിച്ചത്? Dalit Panthers was a militant organization of the Dalit youth. It was formed in Maharashtra in 1972. 1972 മഹാരാഷ്ട്രയിലെ ദളിത് യുവാക്കൾ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ദളിത് പാന്തേഴ്സ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദളിതർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ഇവർ പോരാടി. They fought against the injustice and atrocities on Dalit in various parts of the states. The larger ideological agenda of the Panthers was to destroy the caste system and to build an organization of all oppressed section. എല്ലാ മർദ്ദിത ജനവിഭാഗങ്ങൾക്കുമായി ഒരു സംഘടന കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു പാന്തേഴ്സിൻ്റെ പ്രത്യയശാസ്ത്ര അജണ്ട. സംവരണം, സാമൂഹ്യനീതി എന്നിവയുമായി ബന്ധപ്പെട്ട നയങ്ങളുടെ ഫലപ്രദമായ നടപ്പാക്കൽ ഇവർ ആവശ്യപ്പെട്ടു. ദളിതർക്കെതിരെയുള്ള സാമൂഹിക വിവേചനം അവസാനിക്കുന്നതിനും ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഇവർ പോരാടി. Following are the issue addressed the Dalit Panthers. They fought against caste-based inequalities and wanted to destroy the caste system. They demanded for the effective implementation of reservation and other such policies of social injustice. They restored mass action to stop social discrimination and violence against the Dalits. Okay. Where was Dalit Panthers organization formed? Maharashtra. The Bharatiya Kisan Union is a leading organization highlighting the plight of farmers. What were the issues addressed by it in 1990s and to what extent were they successful? കർഷകരുടെ ദുരവസ്ഥയെ ഉയർത്തിക്കാട്ടിയ ഒരു മുൻനിര സംഘടനയായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ. 1990കളിൽ ഈ സംഘടന അഭിസംബോധന ചെയ്ത് പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭാരതീയ കിസാൻ യൂണിയൻ (BKU) was one of the leading organization of farmers movement in western Uttar Pradesh and Haryana region. Following are the issue addressed Bharatiya Kisan Union. ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും കർഷകർ രൂപം കൊടുത്ത സംഘടനയായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ. 1990കളിൽ ഇവർ ഉന്നയിച്ച പ്രധാന പ്രത്യേക വിഷയങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഹയർ ഗവൺമെൻറ് ഫ്ലോർ പ്രൈസസ് ഫോർ ഷുഗർ കെയിൻ ആൻഡ് വീറ്റ്. കരിമ്പിനും ഗോതമ്പിനും ഉയർന്ന തറവില നിശ്ചയിക്കുക. എബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫാം പ്രൊഡ്യൂസ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തുകളയുക. എൻഷുർ ഗ്യാരണ്ടീഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് റീസണബിൾ റേറ്റ്. ന്യായമായ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക.
വേവിംഗ് ഓഫ് റീപേയ്മെൻറ്റ്സ് ഡ്യൂ ഓൺ ലോൺസ് ടു ഫാർമേഴ്സ്, കാർഷിക വായ്പയുടെ തിരിച്ചടവ് ഒഴിവാക്കുക. പ്രൊവൈഡ് ഗവൺമെൻറ് പെൻഷൻ ഫോർ ഫാർമേഴ്സ്, കർഷകർക്ക് സർക്കാർ പെൻഷൻ നൽകുക. ഡിസ്ക്രൈബ് എബൌട്ട് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ഇൻ ആന്ധ്രാപ്രദേശ്. വുഡ് യു കൺസിഡർ ദി ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ആസ് എ വുമൻസ് മൂവ്മെൻറ്റ്? വൈ? ആന്ധ്രാപ്രദേശിലെ ചാരായ വിരുദ്ധ പ്രസ്ഥാനം ചില ഗൗരവതരമായ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചു. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെ ഒരു സ്ത്രീ പ്രസ്ഥാനമായി നിങ്ങൾ പരിഗണിക്കുന്നുവോ? എന്തുകൊണ്ട്? ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് വാസ് എ വുമൺ മൂവ്മെൻറ്റ് ഇൻ ദുബംഗുട്ട വില്ലേജ് ഇൻ നെല്ലൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിൽ ചാരായ വിൽപ്പന നിരോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. 1990കളുടെ തുടക്കത്തിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ദുബഗുണ്ട ഗ്രാമത്തിലെ സ്ത്രീകളാണ് പുരുഷന്മാരുടെ അമിത മദ്യപാനത്തെക്കുറിച്ച് പരാതിപ്പെട്ടത്. ദേ കംപ്ലൈൻറ്റ് ഓഫ് ഇൻക്രീസ്ഡ് കൺസംഷൻ ഓഫ് എ ലോക്കലി ബ്രൂഡ് ആൽക്കഹോൾ അറാക്ക് by men in their families, it ruining their physical and mental health and also affected the family economy and rural economy of the region. ഇതവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുകയും ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്തു. Women were the worst sufferers of these ill effects of alcohol. Women in Nellore came together to protest against the sale of arak. The arak auction in Nellore districts were postponed in 17 times. മദ്യപാനത്തിൻ്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് സ്ത്രീകളായിരുന്നു. ചാരായ വിൽപ്പനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നതിനും വൈൻ ഷോപ്പുകൾ അടച്ചുപൂട്ടുന്നതിനും വേണ്ടി നെല്ലൂരിലെ സ്ത്രീകൾ ഒന്നിച്ചുകൂടുകയും മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്തു. പ്രതിഷേധത്തെ തുടർന്ന് നെല്ലൂർ ജില്ലയിലെ ചാരായ ലേലം 17 തവണ മാറ്റിവെച്ചു. This movement slowly spread all over the states. The movement also touched upon other issues of the regions that affected women's life. It provided a platform to discuss private issue of domestic violence like dowry, sexual violence, etc. ക്രമേണ ഈ പ്രസ്ഥാനം സംസ്ഥാനത്തിനുടനീളം വ്യാപിച്ചു. ചാരായ വിൽപ്പന നിരോധിക്കുന്നത് കൂടാതെ സ്ത്രീകളുടെ ജീവിതത്തെ ബാധിച്ച വലിയ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഇവർ സ്പർശിച്ചു. ഗാർഹിക പീഡനത്തിൻ്റെ സ്വകാര്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇത് വേദിയൊരുക്കി. Why did the Narmada Bachao Andolan movement oppose the dam projects in Narmada Valley? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്താണെന്ന് വിവരിക്കുക. നർമ്മദ താഴ്വരയിലെ ഡാം പദ്ധതികളുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് എ മൂവ്മെൻറ്റ് എഗൈൻസ്റ്റ് എ നമ്പർ ഓഫ് ലാർജർ ഡാംസ് പ്രൊജക്ട്സ് അക്രോസ് നർമ്മദ റിവർ. Among these most important were Sardar Sarovar project in Gujarat and the Narmada Sagar project in Madhya Pradesh. നർമ്മദ നദിയിലും അതിൻ്റെ കൈവഴികളിലും വൻകിട ഡാമുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾക്കെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ പദ്ധതിയും മധ്യപ്രദേശിലെ നർമ്മദ സാഗർ പദ്ധതിയും ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. സർദാർ സരോവർ പ്രൊജക്ട് ഈസ് എ മൾട്ടി-പർപ്പസ് മെഗാ-സ്കെയിൽ ഡാം ഇൻ ടേംസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, ഇറിഗേഷൻ, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. സർദാർ സരോവർ പദ്ധതി ഒരു വിവിധോദ്ദേശീയ വൻകിട ഡാമാണ്. കുടിവെള്ള ലഭ്യത, ജലസേചനത്തിനുള്ള വെള്ളം, വൈദ്യുതി ഉൽപ്പാദനം, കാർഷിക ഉൽപ്പാദന വർധനവ് എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. However, in the process of construction of the dam, about 245 villages were expected to get submerged. It also required relocation of around 250,000 people from these villages. എന്നാൽ ഈ അണക്കെട്ട് നിർമ്മാണത്തിലൂടെ ഈ സംസ്ഥാനങ്ങളിലുള്ള 245 ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും 2.5 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഇവരുടെ പുനരധിവാസമായിരുന്നു ആദ്യം ഉന്നയിക്കപ്പെട്ട പ്രശ്നം. The movement demanded proper rehabilitation of all these people. This movement insisted that local communities must have a say in the decision making
process along with an effective control over natural resources like water, land and forest. പിന്നീട് വൻകിട പ്രൊജക്റ്റുകളുടെ ഭാഗമായി ഉണ്ടാവുന്ന സാമൂഹ്യ ചിലവുകളായ ഉപജീവനമാർഗത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നഷ്ടപ്പെടൽ, പാരിസ്ഥിതിക വിഭവങ്ങളുടെ അപചയം എന്നിവയും വികസനത്തിൻ്റെ ഭാഗമായി കണക്കാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വൻകിട പദ്ധതികളുടെ നിർമ്മാണം കാര്യങ്ങളിലെ തീരുമാനമെടുക്കലിൽ തദ്ദേശീയ സമൂഹങ്ങൾക്ക് പങ്കാളിത്തമുണ്ടാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. The movement argued that larger social cost of development projects such as forced resettlement people, loss of the means of livelihood and culture, depletion of ecological resources etc. must be calculated in the cost benefits analysis. ജലം, ഭൂമി, വനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ മേൽ ഈ സമൂഹങ്ങൾക്ക് ഫലപ്രദമായ നിയന്ത്രണം ഉണ്ടാകണമെന്നും നർമ്മദാ ബച്ചാവോ ആന്തോളൻ ആവശ്യപ്പെട്ടു. മേധാ പട്കറിൻ്റെ നേതൃത്വത്തിലാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനം നടപ്പിലാക്കിയത്, നേതൃത്വം കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ അബൌട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ. RTI എന്താണെന്ന് നോക്കാം. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. The movement of right to information started by Mazdoor Kisan Shakti Sanghathan MKSS in Rajasthan in 1990s. They demanded the records of famine relief work and accounts of laborers. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന ബഹുജന സംഘടനയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ക്ഷാമദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ കണക്കുകളും ഇവർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. They demanded was first raised in Bhim Tehsili in a very backward region of Rajasthan. The villagers asserted their right to information by asking for copies of bills and vouchers and names of persons on the muster rolls who have been paid wages on the construction of schools, dispensaries, small dams and community centers. രാജസ്ഥാനിലെ പിന്നാക്ക പ്രദേശമായ ഭീം തെക്സിലാണ് ഈ ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത്. സ്കൂളുകൾ, ഔഷധ വിതരണ കേന്ദ്രങ്ങൾ, ചെറിയ ഡാമുകൾ, സാമൂഹ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേതനം നൽകപ്പെട്ട തൊഴിലാളികളുടെ ഹാജർ പുസ്തകത്തിലെ പേരുകൾ, ബില്ലുകളുടെ പകർപ്പുകൾ എന്നിവ ആവശ്യപ്പെട്ടതിലൂടെ ഗ്രാമവാസികൾ തങ്ങളുടെ അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, ശക്തമായി ഉന്നയിച്ചു. രേഖകളിൽ ഇത്തരം വികസന പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുണ്ടെങ്കിലും ഫണ്ടുകളിൽ വൻ തിരിമറി നടന്നിട്ടുണ്ടായിരുന്നു. In 1996, MKXS formed National Council for People's Right to Information in Delhi to raise RTI to the status of a national campaign. This led to Right to Information Act in 2005. 1994 96 മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ പൊതുവിചാരണ സംഘടിപ്പിക്കുകയും ഭരണകൂടത്തോട് അതിൻ്റെ നിലപാടുകൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1996 ഡൽഹിയിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ജനങ്ങളുടെ വിവരാവകാശത്തിനുള്ള ദേശീയ സമിതി രൂപീകരിച്ചു. ഇതാണ് 2004 വിവരാവകാശ ബിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് വഴിതെളിയിച്ച സാഹചര്യം. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നു. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത സംഘടന എന്ന് പറയുന്നത് MKSS ഇൻ രാജസ്ഥാൻ, മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഇൻ രാജസ്ഥാൻ. 1990 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ് ചെയ്ത വർഷം 2005. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ റീജിയണൽ ആസ്പിറേഷൻസ് എന്ന 8ാമത്തെ യൂണിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു.